ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നാടിന്റെ വികസനത്തിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ആറ്റുമൺപുറം നീർത്തട പദ്ധതി പൊതുവാസ്തി വിതുര ഗ്രാമപഞ്ചായത്തിന് കൈമാറുന്ന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂരിൽ ഫാദർ ചാക്കോ ചെറുവത്തൂരിന് വിട നൽകി ബന്ധുജനങ്ങളും വിശ്വാസി സമൂഹവും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയ ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ സംസ്കാരം നടന്നു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണം. സ്കൂളിന്റെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടറുകൾ നഷ്ടപ്പെട്ടു. അടുക്കളയുടെ പരിസരങ്ങളിൽ മുളകുപൊടി വാരി വിതറിയ നിലയിലാണ്. ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിന്റെ 3 ടയറുകളും പഞ്ചറായ അവസ്ഥയിൽ. തൃശൂർ കുന്നംകുളം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് നാളെ കൊടിയേറും. പെരുന്നാളാഘോഷം ഒക്ടോബർ 2-3 തീയതികളിൽ. തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെയും മേലൂർ നിർമ്മല കോളേജ് ഓഫ് ഹെൽത്ത് സയൻസിന്റെയും നേതൃത്വത്തിൽ ലോക ഫാർമസിസ്റ്റ് ദിനാചരണം നടത്തി. വാർഡ് കൌൺസിലർ PJ ജോർജ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ താലൂക്ക് ആശുപത്രിയിലെ മുഴുവൻ ഫാർമസിസ്റ്റുകളെയും മൊമന്റോ നൽകി ആദരിച്ചു. തൃശൂർ കുന്നുകുളം അഖില കേരള ഖുർആൻ പാരായണ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി ചിറമനേക്കാട് സ്വദേശി ഹാഫിൽ മുഹമ്മദ് സാബിത്തിനെ 1ാം സ്ഥാനക്കാരനാക്കിയത് ആലാപനത്തിന്റെ ശൈലിയും ഈണവും പിഴവില്ലാത്ത ഉച്ചാരണ മികവും. തിരുവനന്തപുരം കിളിമാനൂർ KSRTC ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പെരിന്തമൺ തടത്തരിക്കത്ത് വീട്ടിൽ പ്രസിയാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയായിരുന്നു. തൃശൂർ പാലിപ്പിള്ളിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റത് വല്ലൂപ്പാടം കിണർ സ്വദേശി സക്കീറിന്. കാട്ടുപന്നി ആക്രമിച്ചത് പാലിപ്പള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിയിൽ വെച്ച്. ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം തൂങ്ങാൻപാറയിലെ ലോഡ്ജിൽ ഇടുക്കി സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് അടിമാലി സ്വദേശി ജോജി മാത്യു. ഈ മാസം 6 മുതൽ ലോഡ്ജിൽ താമസിച്ചു വരികയാണ്. കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ റബ്ബർ രോഗവിദഗ്ധരുടെ 5ാമത് അന്താരാഷ്ട്ര സമ്മേളനം നടന്നു. സമ്മേളനം നടന്നത് റബ്ബർ ഉൽപാദക രാജ്യങ്ങളുടെ സംഘടനയായ ANRPCയുടെ നേതൃത്വത്തിൽ. റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വസന്ത കേശവൻ ഉദ്ഘാടനം ചെയ്തു. ശില്പശാലയിൽ മലേഷ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്തു. ഇലപ്പൊട്ട് രോഗം റബ്ബറിന്റെ ഉൽപാദനം വളർച്ച പ്രതികൂലമായി ബാധിച്ചതിനെ തുടർന്നാണ് സമ്മേളനം ചേർന്നത്. തൃശൂർ ചിന്മയ വിദ്യാലയത്തിൽ നടന്നുവരുന്ന ദശദിന പരിശീലന ക്യാമ്പ് പതാക വന്ദനത്തോടെ സമാപിച്ചു. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള NCC ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നായി 600-ലധികം കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കേഡറ്റുകൾക്ക് ഡ്രിൽ പരേഡ്, ഫിസിക്കൽ ട്രെയിനിംഗ്, വ്യക്തിത്വ വികസനവും നേതൃപരിശീലനവും നടത്തി. കായിക മത്സരങ്ങളുടെ ഭാഗമായി ഇന്റർ കമ്പനി വോളിബോൾ, ഖോ-ഖോ, ഫുട്ബോൾ മത്സരങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിൽ മുങ്ങിയ കുടുംബശ്രീ നടത്തുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉയർത്താനായില്ല. ബോട്ട് മുങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും. 3 മാസം മുൻപാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത്. അരിമ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വാട്ടർ ഫിൽറ്റർ കൂളർ നൽകി മണപ്പുറം ഫൗണ്ടേഷൻ. CRF ഫണ്ട് ഉപയോഗിച്ച് നൽകിയ കൂളറിന്റെ ഉദ്ഘാടനം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ നിർവഹിച്ചു. തൃശൂർ കാഞ്ഞിരക്കോട് പരിഭ്രാന്തി പരത്തി വിരണ്ടോടിയ പോത്ത്. തോട്ടുപാലം AH റീജൻസിക്ക് പിൻവശത്തെ പറമ്പിൽ മേയാൻ വിട്ട പോത്താണ് വിരണ്ടോടിയത്. പോത്തിനെ പിടിച്ചുകെട്ടിയത് വടക്കാഞ്ചേരി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ. തൃശൂർ കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളൽ പതിവാകുന്നു. അറ്റകുറ്റപ്പണികൾക്കായി നീക്കിയ നിരീക്ഷണ ക്യാമറ പുനഃസ്ഥാപിക്കാത്തതാണ് കാരണമെന്ന് നാട്ടുകാർ. അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുമെന്നും നാട്ടുകാർ. തൃശൂർ അന്തിക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ നടപടി ആവശ്യപ്പെട്ട് CPIM അന്തിക്കാട് കല്ലിട വഴി റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരി യോഗ്യമാക്കണമെന്ന് CPIM അന്തിക്കാട് കിഴക്ക് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിൽ പുരപ്പുറ സോളാർ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.